കവടിയാറിലെ ആ കൊട്ടാരത്തിൻ്റെ അടുത്താണ് ഈ ഭൂമി മേടിച്ച് വീട് വെച്ച്. അവിടെ ആര് വീട് വെച്ചാലും പെട്ടുപോയിട്ടുണ്ട്. അത് ആ ഭൂമിയുടെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ ഒരുപാട് പേർക്ക് ഭൂമിയുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. ആ ഒരുപാട് പേരെല്ലാം പെട്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ അവിടെ ഭൂമി മേടിച്ചു, അവിടെ ഇത് വെച്ചു, വില്ല വെച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ താഴെ. ചേട്ടാ, കേരള പോലീസിലെ മുൻ ADGP ആയ MR അജിത് കുമാറിനെതിരെ ആദ്യം വിവാദങ്ങളുടെ കെട്ടഴിച്ച് വിട്ടത് PV അൻവറാണ്. അതിന് പിന്നാലെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് പുറത്താകുന്നു. ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണ് അജിത് കുമാറിൻ്റെ അവസ്ഥ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം 10 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വിജിലൻസിൻ്റെ പ്രത്യേക യൂണിറ്റിൻ്റെ ഓഫീസിലേക്ക് അവർ ADGPയെ വിളിച്ചു വരുത്തി. 6 മണിക്കൂർ വിജിലൻസ് ADGP MR അജിത് കുമാറിനെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തത് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടായിരുന്നു. 6 മണിക്കൂറോളം നീണ്ടു. വിജിലൻസിൻ്റെ മുൻപാകെ അദ്ദേഹം എതിരെ വന്നിരിക്കുന്ന ആരോപണത്തിൻ്റെ പ്രധാന കാരണമായി തെളിവായി കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ ഇവിടുത്തെ ചില തീവ്രവാദ സംഘടനകളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണമായി പറഞ്ഞിരിക്കുന്നത്. ഒരു ADGP ചെന്ന് വിജിലൻസിൻ്റെ യൂണിറ്റിനോട് ആരോപണമായി പറയാൻ പറ്റില്ല, അതിന് തെളിവ് വേണം. PV അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്നായിരുന്നു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രാജ്യവിരുദ്ധ താല്പര്യങ്ങളുള്ള ചില വ്യക്തികൾ ഇതിന് പിന്നിലുണ്ടെന്നാണ്. പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിൽ നിന്ന ADGP ആണ്, ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP ആണ്. അദ്ദേഹം അവിടെ പോയി ഞാൻ എന്താ പറയുക, അവിടെ ചെന്ന് എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ചു പറയാൻ വിജിലൻസിന് മുന്നിൽ നടക്കില്ല. തെളിവോട് കൂടി മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം 3 കാര്യങ്ങളാണ് അവിടെ കൊണ്ടു ചെന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒന്ന്, ഈ പറയുന്ന അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണ് എന്നുള്ള ഒരു കാര്യവും അതിൻ്റെ തെളിവും. 2, കവടിയാറിൽ അദ്ദേഹം വാങ്ങി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന വീടല്ല, ഒരു മാളികയാണത്. ആ മാളികയ്ക്ക് എവിടെ നിന്നും സമ്പത്ത് ലഭിച്ചു, എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം നടക്കുന്നത് എന്നുള്ളത്. പിന്നെ കുറവൻകോണത്ത് അദ്ദേഹത്തിന് ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്. ആ ഫ്ലാറ്റിൻ്റെ പണം എവിടെ നിന്ന് ലഭിച്ചു, ഈ 3 കാര്യങ്ങളുടെ തെളിവോട് കൂടിയാണ് അദ്ദേഹം ഈ വിജിലൻസിൻ്റെ പ്രത്യേക യൂണിറ്റിന് മുന്നിൽ പോയത്. നേരത്തെ ഇത് നിയമസഭയിൽ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വെച്ചതാണ്. അതായത് ദത്താത്രേയ വസുബാളെ കണ്ടതും രാം മാധവിനെ കണ്ടതുമൊക്കെ എന്തിനാണ് എന്നെ സംബന്ധിച്ച് DGP മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം, പൂർണ്ണ റിപ്പോർട്ട് അത് അദ്ദേഹം നിയമസഭയിൽ വെച്ചതാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒക്ടോബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒക്ടോബറിലാണ് ഇത് കൊണ്ടുവന്ന് വെച്ച്, ഒരു മാസം മുമ്പ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ അന്നേ പുറത്തു വന്നതാണ്. RSS നേതാക്കളെ അദ്ദേഹം എന്തിന് കണ്ടു എന്നതിൽ DGP റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ പക്ഷേ MR അജിത് കുമാറിൻ്റെ വിജിലൻസിന് മുന്നിൽ പറഞ്ഞിരിക്കുന്ന ആരോപണം വളരെ ഗുരുതരമാണ്. ഇവിടുത്തെ ഒരു ക്രമസമാധാന ചുമതലയുള്ള ലോ ആൻഡ് ഓർഡറിൽ നിൽക്കുന്ന ADGPയെ പൊളിച്ചു കളയാൻ ഇവിടുത്തെ ദേശവിരുദ്ധ താല്പര്യമുള്ള ബാഹ്യശക്തികൾ ഇടപെട്ടിട്ടുണ്ട് എന്ന ഗുരുതരമായിട്ടുള്ള കാര്യത്തിൻ്റെ തെളിവും റിപ്പോർട്ടുമാണ് അവിടെ കൊണ്ടുപോയി അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ADGPക്ക് നേരെ വരെ ഇവർ ഇറങ്ങി തിരിച്ചുവെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ADGPയെ പോലും കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇത് ഇറങ്ങി തിരിച്ചുവെന്നാണ്. ഇത് നിസ്സാര ചെറിയ വിഷയത്തിലാണ് ഇത് ആദ്യം തുടങ്ങിയത്. PV അൻവർ ആദ്യം മലപ്പുറം SP നേരെ തിരിഞ്ഞു, പിന്നാലെ സുജിത് ദാസിനെതിരെ തിരിഞ്ഞു. അതിനുശേഷം സുജിത് ദാസ് PV അൻവറിനെ ഫോണിൽ വിളിക്കുന്നു, സംഭാഷണം മുഴുവൻ പുറത്തു വരുന്നു. അപ്പം തന്നെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു സുജിത് ദാസിൻ്റെ കയ്യിൽ എന്തൊക്കെയോ തട്ടിപ്പുകളുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ PV അൻവറിനെ വിളിച്ച് കരയേണ്ട കാര്യം സുജിത് ദാസിനില്ലല്ലോ. അപ്പോൾ സുജിത് ദാസ് വിളിച്ച് കാല് പിടിക്കുന്നു. ഇതിനുശേഷം സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കഥകൾ വരുന്നു. കരിപ്പൂരിലെ സ്വർണം പൊട്ടിക്കൽ, കരിപ്പൂരിൽ വ്യാപകമായ സ്വർണം പൊട്ടിക്കലുണ്ട്, വ്യാപകമായിട്ടാണ് സ്വർണം പൊട്ടിക്കുന്നത്. സ്വർണം പുറത്തേക്ക് ഇറക്കുമ്പോൾ തന്നെ PV അൻവർ പറഞ്ഞത് ഡാൻസ് ഓഫ് ടീമിന് വിവരം കിട്ടുന്നു.
ഡാൻസ് സ്റ്റാഫുകാർ പോയി പിടിക്കുന്നു. പിടിച്ച ശേഷം അതിൽ ഒരു ഭാഗം സ്വർണം മാത്രം കസ്റ്റംസിനും അല്ലെങ്കിൽ പോലീസിന് കൈമാറുന്നു. ബാക്കി ഡാൻസ് സ്റ്റാഫും ഈ ബന്ധപ്പെട്ട SP സുജിത് ദാസും കൂടെ വീതം വെക്കുന്നു. അതിലൊരു ഭാഗം MR അജിത് കുമാറിന് ലഭിക്കുന്നുണ്ടെന്നൊക്കെയാണ് PV അൻവർ അന്ന് ആരോപിച്ചത്. പിന്നീട് PV അൻവർ പല പല ആരോപണങ്ങൾ ഉന്നയിച്ചു. കവടിയാറിലെ വീട് പണിയെക്കുറിച്ച്, കുറവൻകോണത്തെ ഫ്ലാറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷെ അതിലൊന്നും PV അൻവറിനെ തെളിവ് തരാൻ പറ്റിയില്ല, തെളിവ് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷേ MR അജിത് കുമാറിൻ്റെ കയ്യിൽ നിർമ്മാണത്തിൻ്റെ ഈ പറഞ്ഞ മാളികയുടെ നിർമ്മാണത്തിന് എത്ര രൂപയായി, ആ രൂപ എവിടുന്ന് പണം ലഭിച്ചു, ആര് ലോൺ തന്നു, അതൊരു ബാങ്കിൽ ലോണിലിരിക്കുക, ലോൺ വെച്ചിട്ടുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്. ആ ലോണിനുള്ള പ്രോപ്പർട്ടിയെ നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വസ്തുവാണ്. ആ വസ്തു കൂടി വെച്ചുകൊണ്ടാണ്, ഈ 2 പ്രോപ്പർട്ടിയും കൂടെ വെച്ചുകൊണ്ടാണ് 2 രീതിയിൽ ലോൺ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ സാമ്പത്തിക സ്രോതസ് എന്താണെന്നൊക്കെ കൂടുതലായിട്ട് നമ്മളൊക്കെ അന്വേഷിക്കേണ്ടി വരും. ഇവിടെ ആര് എന്ത് വലിയ കെട്ടിടം പണിഞ്ഞാലും അത് ലോൺ വെച്ചിട്ട് ഇപ്പോൾ ചെയ്യാറുള്ളൂ, അല്ലേ? അല്ലാണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ED തേടി വരും, തെളിവ് കൊടുക്കേണ്ടി വരും. അവർക്കൊക്കെ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കേണ്ടി വരും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ ആര് എന്ത് വലിയ കേരള പോലീസിലെ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഏറ്റവും ഉന്നതന്മാരിൽ 2ാം സ്ഥാനം, DGP കഴിഞ്ഞാൽ നേരെ താഴെ. അദ്ദേഹത്തിന് ഇത്തരമൊരു വലിയൊരു മാളിക പണിയാനുള്ള പണം ഉണ്ടാകുമോ? അദ്ദേഹത്തിന് സാലറി സൂക്ഷിച്ച് വെച്ചാൽ മേടിക്കാവുന്നതൊക്കെയുള്ളൂ, പണിയാവുന്നതേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബം വളരെ റിച്ചാണ്. ഭാര്യയുടെ ഫാമിലി ഭയങ്കര റിച്ചായിട്ടുള്ള ഫാമിലിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള, വളരെ താഴ്ന്ന നിലയിൽ വന്ന ഒരു ഉദ്യോഗസ്ഥരൊന്നുമല്ല, വളരെ സാമ്പത്തികമില്ലാത്തൊരു കുടുംബത്തിലെ ആളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസാണ് കൂടുതലുള്ളത് ഫാമിലിയിൽ. അപ്പം അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട കാര്യമില്ല. പിന്നെ ഈ കവടിയാറിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. കവടിയാറിൽ ആ കൊട്ടാരത്തിൻ്റെ അടുത്താണ് ഈ ഭൂമി മേടിച്ച് വീട് വെച്ച്. അവിടെ ആര് വീട് വെച്ചാലും പെട്ടുപോയിട്ടുണ്ട്. എന്താണ് അത് ആ ഭൂമിയുടെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ ഒരുപാട് പേർക്ക് ഭൂമിയുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. ആ ഒരുപാട് പേരെല്ലാം പെട്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ അവിടെ ഭൂമി മേടിച്ചു, അവിടെ ഇത് വെച്ചു, വില്ല വെച്ചു. അദ്ദേഹത്തിന് സ്വന്തമായി താമസിക്കാനൊരു വീട് പണിഞ്ഞു. അവസാനം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ താഴെ വീണു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുടെ കഥകളുണ്ടെന്നേ അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം ഈ പറയുന്ന ആരെന്ത് അതിൽ തൊടാൻ പോയി, ആ ഭൂമി തൊടാൻ പോയാലും പ്രസിദ്ധിപ്പെടും. അതെന്താണെന്ന് അതിൻ്റെ കാരണം മാത്രമല്ല, അവിടെ നിർമ്മാണത്തിന് പുരാവസ്തു വകുപ്പിന് അനുമതി വേണം. കൊട്ടാരത്തിന് തുല്യമായിട്ടുള്ള മാതൃകയിൽ, കൊട്ടാരത്തിന് യോജിക്കുന്ന മാതൃകയിൽ മാത്രമേ അവിടെ നിർമ്മാണം പറ്റത്തുള്ളൂ. അവിടെ ഒരു വീട് പണിയണമെങ്കിൽ ആ ലെവലിലേ പണിയാൻ പാടും. അതുകൊണ്ടായിരിക്കും അജിത് കുമാർ കൊട്ടാരം പോലൊരു വീട് വെച്ചു. അതെ, അങ്ങനെ പണിയാൻ പറ്റും. പുരാവസ്തു വകുപ്പിന് ഓർഡറുള്ള ഉത്തരവുള്ള സ്ഥലം അത്. നമുക്കിപ്പോൾ എനിക്കോ അഭിഷേകിനോ പോയിട്ട് ഒരു ലോട്ടറി അടിച്ചെന്ന് വെച്ചു, ഇപ്പോൾ അടുത്ത ഇനിയിപ്പോൾ വരാൻ പോകുന്ന ക്രിസ്മസ് ബമ്പറോ ഓണം ബമ്പറോ ഒന്നല്ലോ അടിച്ചെന്നും പറഞ്ഞ് അവിടെ പോയി ഭൂമി മേടിച്ചു കഴിഞ്ഞാൽ കടമ മേടിച്ച് മുടിയേണ്ടി വരും നമ്മൾ. കാര്യം അവിടെ അങ്ങനെ നിർമ്മിക്കാൻ പറ്റും. നമ്മളൊന്ന് വിചാരിക്കുന്ന കോടികൾ പോരാ അവിടെ പണിയാൻ. അത്രയും ഇത് വേണം. ഇതെനിക്ക് തോന്നുന്നു അടിയിലോട്ട്, ഞാൻ ഒരു ദിവസം ഇടയ്ക്ക് പോയി നോക്കിയായിരുന്നു, അടിയിലോട്ടൊരു ഫ്ലോറുണ്ട്, ഭൂമിക്ക് അടിയിലോട്ട്, പിന്നെ മുകളിലോട്ടും ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ നിർമ്മിതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ മാറ്റുമെന്ന് അറിയില്ല. ഈ ആരോപണമൊക്കെ വന്ന സമയത്ത് അങ്ങനെയുള്ള എനിക്കത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ അതിലേ പോയപ്പോഴത്തേക്ക് ഒരു ദിവസം ഈ ആരോപണങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ അതിലേ പോയപ്പോൾ ഞാൻ കയറി നോക്കി ഇതെന്താണ്, ഇതിൻ്റെ നിർമ്മിതി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം പോയി വിജിലൻസിനോട് പറഞ്ഞിരിക്കുന്നു, എന്നെ വീഴ്ത്താൻ എനിക്കെതിരെ ആരോപണം കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ ദേശവിരുദ്ധ ശക്തികളാണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇദ്ദേഹവും DGP ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഷേഖ് ദർബേർ സാഹിബും ഇദ്ദേഹവുമായിട്ട് വലിയ പ്രശ്നമായിരുന്നു. ഇവർ തമ്മി മിണ്ടത്തില്ല. ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുകയും ഇദ്ദേഹത്തിനുള്ള വാണിംഗ് രേഖയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു കളഞ്ഞു DGP. അതായത് ADGP മൂത്തിന് DGP ആവുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ ഇവർ തമ്മിലൊരു മത്സരമുണ്ട്. ഇവർ ഒരാൾ പോയിട്ട് വേണം മറ്റൊരാൾക്ക് കയറി വരാൻ. അല്ല, ഇപ്പോൾ കയറാൻ ഇനിയിപ്പോൾ ഒരുപാട് പേര് ലിസ്റ്റിലുണ്ട്. ഇദ്ദേഹമൊക്കെ ഇനി 2026 ഈ ലിസ്റ്റിൽ വരത്തുള്ളൂ. ഇനി ഇദ്ദേഹത്തിൻ്റെ മുന്നിലൊക്കെ വേറെയും മനോജ് ബ്രാഹ്മൊക്കെ കിടപ്പുണ്ട്.
അവരൊക്കെ മുന്നിൽ കിടക്കുകയാണ്, കുറേ പേരുണ്ട് അതിൽ. പക്ഷേ ഇദ്ദേഹവും DGP ആയിട്ട് വലിയ പ്രശ്നമാണ്. ഷെയ്ഖ് ദർബേൽ സാഹിബ് ഇദ്ദേഹവുമായിട്ട് ഈ രേഖയിൽ ഉൾപ്പെടുത്തുക, സാധാരണ IPS ഓഫീസേഴ്സ് ചെറിയ വാണിങ്ങുകളൊന്നും സർവീസ് രേഖയിൽ ഉൾപ്പെടുത്തത്തില്ല, പക്ഷേ DGP എടുത്ത് സർവീസ് രേഖയിൽ ഉൾപ്പെടുത്തിക്കണം. അതിനുശേഷം ഇവർ തമ്മിൽ മിണ്ടത്തില്ല, ലോ ആൻഡ് ഓർഡർ DGPയും ഇവരും തമ്മിൽ മിണ്ടത്തില്ല. അപ്പോൾ ഇവരെല്ലാം തമ്മിലുള്ള പടലപ്പിണക്കവും ഈ സംഭവത്തെ ബാധിച്ചിട്ടുണ്ട്. ഏതായാലും PV അൻവർ പക്ഷേ ഒരു നനഞ്ഞ പടക്കമായി. PV അൻവർ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. മറ്റേ ശക്തിമാൻ വരുന്നത് പോലെ ഒന്ന് കറങ്ങി അടിച്ച് ഒറ്റ പോക്ക് പോയി. ഇപ്പോൾ യാതൊരു വിവരവുമില്ല. പക്ഷെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇത്തരത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് മേധാവിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഒരു ഇടിവുണ്ടായിരിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ നിന്ന് അദ്ദേഹത്തിന് താഴെ ഇറങ്ങേണ്ടി വരുന്നു, പകരം പുതിയൊരാൾ വരുന്നു, വിജിലൻസ് അന്വേഷണം നേരിടേണ്ടി വരുന്നു. അപ്പോൾ PV അൻവറാണ് ഇതിനൊക്കെ ഒരു കാരണമായിട്ടുള്ളത്. ഇതൊരു വലിയ സംഭവമല്ലേ. ഇന്നത് ഒരുപാട് പേർക്ക് ഇതുണ്ട്. ഇവിടെ ഒരുപാട് പേർക്കെതിരെ പിന്നെ ഈ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. ഒരുപാട് IPSകാർക്കെതിരെ ആഭ്യന്തര അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. എല്ലാം ഒന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. ആഭ്യന്തര അന്വേഷണം പല രീതിയിൽ വരുന്നുണ്ട്. അൻവർ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വന്നടിച്ചു പോയി. ആ അടിച്ചതിനകത്ത് ഇവർക്ക് കുറേ പേർക്ക് കുറച്ച് നഷ്ടമുണ്ടായി. ആ പോക്കിന് അൻവർ പോവുകയും ചെയ്തു. ഞാൻ അന്ന് വേറെ ചാനൽ ചർച്ചയിൽ പറഞ്ഞു, അൻവർ ഒരു ബോംബാണ്. അത് കൈ വെച്ച് കത്തിക്കാനേ അൻവറിനറിയും. ആ കൈ വെച്ച് കത്തിക്കുമ്പോൾ ചുറ്റുമുള്ള ആരൊക്കെ കത്തിക്കുന്നത് അവരും പെടും, അൻവറും പെടും. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ ചുറ്റിന് നിന്ന രണ്ടുപേരാണ്, ഒന്ന് സുജിദാസും ഒന്ന് അജിത് കുമാർ വലിയ പരിക്കില്ലാതെ മാറിപ്പോയി. മറ്റേയാൾ സസ്പെൻഷനിലും പോയി. PV അൻവർ പിന്നെ എന്നേക്കുമായി രാഷ്ട്രീയ ഭാവി തൊലഞ്ഞും പോയി. എന്തായാലും അത്തരത്തിൽ ഇപ്പോൾ ADGP ആയിട്ടുള്ള മുൻ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. അദ്ദേഹം വിജിലൻസിന് മുൻപാകെ മൊഴി രേഖപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട കോളിളക്കങ്ങൾ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിലൊക്കെ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.